കല്യാണത്തിന് വന്നിരിക്കുന്നതിൽ എനിക്ക് വന്നിട്ടുള്ള മെജോറിറ്റി ഞങ്ങളുടെ സ്കൂൾ തൊട്ടേ ഞങ്ങളുടെ ക്ലാസ്സിൽ 6ാം ക്ലാസ് തൊട്ടേ പഠിച്ചവർ തന്നെയാണ്. അപ്പോൾ അവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ത്രൂ ഔട്ട് ജേർണി ഫുൾ ഫ്രം സ്ക്രാച്ച് ടു നൗ മൊത്തം കണ്ടതാണ്. അപ്പോൾ അവരധികം എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി എന്താ പറയേ? നല്ലത് പറയണോ മോശം പറയണോ? സായിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഭയങ്കര നല്ലൊരു ഫ്രണ്ടാണ്. എന്നെ ഭയങ്കരമായിട്ട് ഓരോ കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യുന്നൊരു നല്ല ഫ്രണ്ടാണ്. അത് UK പോയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത് 5ാം ക്ലാസ്സിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ടേ തുടങ്ങിയതാണ്. അവൻ നല്ല പടം വരയ്ക്കും. അപ്പോൾ അത് തൊട്ടേ ഞാനും അവനും ഭയങ്കര ബോണ്ടിങ് തുടങ്ങിയതാണ്. പിന്നെ ഫുട്ബോൾ കളിക്കും. ഫുട്ബോളിലാണ് എനിക്ക് അവനായിട്ട് ഭയങ്കരമായിട്ട് കൂട്ട് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു വെച്ചാൽ എൻ്റെയൊക്കെ സായിൻ്റെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത് 4ാം ക്ലാസ്സിലാണ്. 4 വന്ന് ആ സമയത്ത് വെളിയിലൊക്കെ ഒരാളായിട്ടാണ് വന്നത്. പിന്നെ പക്ഷെ നമ്മൾ 5ാം ക്ലാസ്സൊക്കെ നല്ല ക്ലോസ് ആയി. സായിയും ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-14 കൊല്ലം ആവുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇന്നവൻ്റെ ഒരു ബിഗ് ഡേ ആണ്. നമ്മൾ അതെല്ലാം കൂടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ ഫ്രണ്ട്സും മാക്സിമം ഇനി 2 പേരുണ്ട് ഇനി വരാനായിട്ട്. പക്ഷെ എന്നാലും നമ്മൾ ആ കുറവ് നികത്തി ഇന്ന് അടിച്ചു പൊളിക്കും. അവൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ഫുൾ ഓണായിട്ട് എല്ലാ പരിപാടിക്കും അവൻ്റെ കൂടെ ഉണ്ടാവും. ഞാനും സായിയൊക്കെ അത് സെയിം ടൈമിലാണ് അവിടെ വന്നത്. സ്കൂളിൽ നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തതും ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു ഒരുമിച്ചിരുന്നതും. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് ഒരു 10-18 കൊല്ലം ഫ്രണ്ട്ഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. ഹാപ്പിയാണ്. അവ ഇപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയതിൽ വളരെ ഹാപ്പിയാണ്. വേറൊരുത്തം വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരെക്കാളും കൂടുതൽ ഒരുങ്ങാൻ പോയതാ. ഇപ്പൊ വരും. അച്ഛന് പകരം അവൻ കൈയെടുത്ത് പിടിച്ചു കൊടുക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. ഇത് മിഥുൻ. ഞാൻ UK പോയിട്ട് പ്രതീക്ഷിക്കാത്ത ഒരു ഫ്രണ്ടാണ് ഇവൻ എനിക്ക് സത്യം പറഞ്ഞ അനിയനെ പോലെയാ. അവൻ അങ്ങനെ ഒരു ബഹുമാനമൊന്നും എനിക്ക് തരാറില്ല. എന്നാലും എനിക്ക് മനസ്സിലായി അനിയനെ പോലെയാ. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് അവന് കറക്റ്റായിട്ട് മനസ്സിലാവും. പ്രത്യേകിച്ച് എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യം. ചിക്കി എന്താന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ പറയാൻ അറിയില്ല. ലൈക്ക് ഇപ്പോൾ കുറേ വർഷങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് റീസൺ ഓർത്തിട്ട് കിട്ടുന്നില്ല. അവൻ ബേസിക്കലി ഭയങ്കര പേഷ്യൻ്റ് ആണ് എല്ലാ കാര്യങ്ങളിലും. പിന്നെ എൻ്റെ ഹോമാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ക്വാളിറ്റീന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. ക്വാളിറ്റീസ് ആയാലും നെഗറ്റീവ്സ് ആയാലും അത് എൻ്റെ ഹോമാണ്. സോ ഐ എം ഹാപ്പി. എനിക്കൊരു ചേച്ചിയാവുള്ളേ. ഞങ്ങൾ തമ്മിൽ ശരിക്കും പറയുകയാണെങ്കിൽ 6 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അവളോട് ഇതുവരെ പെരുമാറിയിട്ടില്ല. റെസ്പെക്റ്റ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് എന്നാലും ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ട്സ് ആണ്. ലൈക്ക് റെസ്പെക്റ്റിനെക്കാളും ഞങ്ങൾ ഭയങ്കര ബോണ്ടഡ് ആണ്. കല്യാണത്തിന് ശേഷം ഇവളെ സഹിക്കുന്നത് അവളെ സഹിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ അടുത്താണ്. പക്ഷെ ഒരു ദിവസം പോലും അച്ഛൻ വീട്ടിലാണ്ട് ഞാൻ നിൽക്കത്തില്ല. അമ്മയിലാണ്ട് ഞാൻ പിന്നെയും നിൽക്കും. പക്ഷെ പപ്പ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, എനിക്ക് തോന്നുന്നു നമ്മൾ ആഗ്രഹിച്ചതിൽ ഏറ്റവും സ്പെഷ്യൽ ഡേ ആണിത്. നമ്മുടെ വൺ ഓഫ് ദി ഏറ്റവും വലിയ ചെക്ക് ലിസ്റ്റ് ആയിരുന്നു. കുറച്ചുകൂടെ ഉണ്ട്. I love you. I love you too.
நான் உன்னை காதலிக்கிறேன். ഞാനും ഉന്നെ കാതലിக்கிறேன். நீ தெலுங்கு வேணும். കാതലിച്ചുകൊണ്ടേ ഇരിக்கிறேன். ഇനിയും കാതലിച്ചുകൊണ്ട് ഇരിക്കും. ഇറക്കിക്കോ. അത് പറയണം. ഞാനാ രണ്ടുപേരും പറഞ്ഞല്ലേ. ഞാൻ വേറെ ആരെയും കാതലിക്കാൻ മാറ്റേ മാറ്റേ മാറ്റേൻ. നീ പറയടി. അത് അത് സത്യം സത്യം സത്യം. ഉറപ്പാണ്. എന്നാ ഓക്കെ. മനസ്സ് ശരിക്കും സന്തോഷം കൊണ്ട് നിൽക്കുവാണ് ഈ ഒരു മുഹൂർത്തത്തിൽ. ഇപ്പം മോനൊരു ഇങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് ഇപ്പം മോൻ്റെ കല്യാണം നടക്കുക, അതൊക്കെ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ മകനും ഇന്നേ വരെ അച്ഛൻ മകൻ എന്ന രീതിയിലല്ല നടന്നിട്ടുള്ളതും ആസ് എ ഫ്രണ്ട്. എന്നുവെച്ചാൽ എന്ത് കാര്യവും അവൻ ഷെയർ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റിൽ ഷെയർ ചെയ്യുന്ന അവൻ എന്നോടായിരിക്കും എന്ത് കാര്യം ഉണ്ടെങ്കിലും.
Once upon a time, there was a Kallan and അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഉള്ള അവരുടെ കാത്തിരിപ്പ് ഇന്ന് സഫലമായി. എൻ്റെ ചിന്നുവിൻ്റെ കല്യാണം കഴിഞ്ഞു. ഒത്തിരി 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 സന്തോഷം. അതും ഏറ്റവും അടുത്തറിയാവുന്ന അവളോടൊപ്പം തന്നെ വളർന്ന് ഞാനത് കണ്ട് അവളും ഒന്നിച്ച് വളർന്ന് കണ്ടതാണ്. അവർ രണ്ടുപേരും ഒന്നിക്കുന്നതിൽ ഒത്തിരി 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 സന്തോഷം. അവർക്ക് എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നു. ആ